നിങ്ങൾ ഈ ചെക്കന്മാരെ കുറ്റം പറയാം. പള്ളി കുത്തിരിക്കുന്ന നമ്മൾ റമളാന് കുറച്ച് തൊപ്പിട്ട് വന്നോളി. റമളാൻ തൊപ്പിട്ട് വുമൻസല്ലേ ആര് റമളാന് തൊപ്പിട്ട് വന്നതിനവനെ കുറ്റം പറയണതിനാ? അത് ചെയ്തു അല്ലാത്ത കാലത്ത് കാരാക്കൂസാണെങ്കിലും ആരെ ബഹുമാനിച്ചില്ലേ? അല്ല ബഹുമാനിച്ച മനസ്സിലും ബഹുമാനിച്ചില്ലേ? ഓ വെറുതെയാവോ? പറയേ ഈ പള്ളിയെ കുത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഒരാൾ നാട്ടിൽ ഏറ്റവും മോശപ്പെട്ട ഒരാളാണ്. ആണോ അല്ലേ? കുറച്ച് ആളുകളുണ്ട് ഇറങ്ങും റമളാൻ മാസം തൊപ്പിയിട്ടുണ്ട്. റമളാനും അല്ലാത്ത കാലത്ത് മുടി ക്രോപ്പ് ചെയ്തോണ്ട് റമളാൻ മാസം തൊപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് റമളാനെ ബഹുമാനിച്ചതാണോ? അല്ലേ റമളാൻ ബഹുമാനിച്ചല്ലേ? എല്ലാ കാലത്തും നിസ്കരിക്കാത്തോ റമളാൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്ത് നിസ്കരിച്ചത് ഓനെ നിസ്കരിപ്പിച്ചത് വേറെ വിഷയം. എന്നാലോ എന്ത് ചെയ്തല്ലോ റമളാനോ ബഹുമാനിച്ചില്ലേ? അത് വെറുതെയാവോ? റമളാൻ എന്നാണ്ട് ഷാബാന്റെ ലാസ്റ്റിൽ പെയിന്റ് അടിച്ചു, വെറുതെയാവോ? റമളാനിൽ പായും പടമൊക്കെ അലക്കി കുളിപ്പിച്ച് ഇന്റെ കുട്ടിക്കാലത്ത് പോയിക്കള് പോകുകയില്ല. പായും മറ്റും അല്ലേ പോയിക്ക് പോയി എല്ലാം ഷാബാൻ അവസാന ഭാഗത്താകുമ്പോൾ എല്ലാ കേകി വൃത്തിയാക്കി കൊണ്ട് എന്തേ നാളെ മറ്റന്നാൾ റമളാൻ വരിക. പിന്നെ ഇക്കാക്കാരാജെ പൊറ്റക്കണ്ടി ഇട്ട് നന്നായി കാക്ക അത് പറഞ്ഞില്ല. ഇനി എൻ്റെ കാക്കാരി അട്ടിയിൽ വിട്ടു പിരിച്ചു. ആര്? ഈ വിട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് പാപ്പാനൊപ്പം ഒറ്റക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഒരു എന്നിട്ട് ആരാ തലി കിട്ടും? എന്റെയും എന്റെ കാക്കാരി അടിയിൽ ആര് വിട്ടു പിരിച്ചു? ആ കള്ളൻ. പിന്നെ ആർക്കും പറയാലോ. ഇന്നി റബ്ബി ലത്തീഫുൽ ലിമാ എല്ലാം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യും. ആര്? എൻ്റെ റബ്ബ് കൈകാര്യം ചെയ്തല്ലോ. ഇപ്പൊ കാക്കാരും ഇവിടെ എത്തി, നമ്മളൊക്കെ എത്തി. അൽഹംദുലില്ലാഹ്. അപ്പൊ ആർക്കും എന്തില്ല, ഒരു അനക്കടമില്ല, ഒരു കുഴപ്പമില്ല. കാരണം ഈ ആളാരാ? മാന്യൻ. പിന്നീട് ഭാര്യയാക്കിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. പിന്നെ ഈ പെണ്ണിനെ ഭാര്യയാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില താരീഖുകളിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈഖ അപ്പോഴത്തിന് യൗവനമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സുലൈഖക്ക് അള്ളാഹു തആല യൗവനം തിരിച്ചു കൊടുക്കുകയും സുലൈഖക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല യൗവനം തിരിച്ചു കൊടുത്തു. പിന്നെ സുലൈഖ പിന്നെ യൂസുഫ് നബി ഈ സുലൈഖയെ കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് സുലൈഖ പശ്ചാത്താപം വിവശയായി. ഭർത്തൃമതിയായ പെണ്ണാണെങ്കിലും രാത്രി കാലങ്ങളിൽ കൂടുതൽ സമയം ഇബാദത്തിന് വേണ്ടി ഭർത്താവിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ട് പിന്നെ എന്തിന് പായ വിരിച്ചിട്ട് സുജൂദിൽ വീണ് കിടക്കുന്ന സ്വഭാവം പിന്നീട് സുലൈഖയ്ക്ക് ഉണ്ടായി. കാരണം ഈ മനുഷ്യനോട് ഞാൻ ആജാതി ദ്രോഹം ചെയ്തല്ലോ എന്ന പശ്ചാത്താപം ആർക്ക് വന്നു? അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി? ഒരു മനുഷ്യൻ നന്നായി, ഈ സുലൈഖ പിന്നെ നന്നായി. അതായത് ഭർത്താവിൻ്റെ അടുത്ത് താമസിക്കുമ്പോൾ തന്നെ രാത്രിയിലെ വലിയൊരു ഭാഗം സുജൂദ് കിടക്കാൻ സമ്മതം വാങ്ങും. ആരാ കയ്യിൽ? ഭർത്താവിൽ നിന്ന്. അവളിപ്പോൾ പശ്ചാത്താപ വിവശയായി. ആര്? സുലൈഖ. ഇതൊന്നും യൂസുഫ് പുറത്താക്കിയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ആർക്കറിയാലോ? സുലൈഖക്ക് അറിയാലോ ഞാൻ അക്രമിയാണ്. അവൾ നല്ലവളായി. എപ്പോഴും ചരിത്രത്തിൻ്റെ പിന്നിലുണ്ടായി. മിൻ ബഅദി അൻ നസഖ ശൈത്വാനു ബൈനി വ ബൈന ഇഖ്വതി ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ. ഒന്നും പറഞ്ഞില്ല. എൻ്റെ റബ്ബ് പുറത്തുവരുന്നു പറഞ്ഞു. അപ്പോൾ കുറ്റം ചെയ്ത ഒരായുസ് മുഴുവനും ഒരു മനുഷ്യൻ്റെ ആയുസ് നശിപ്പിച്ച ജനതയോട് ഒന്നും പ്രതികരിച്ചില്ല. ആര്? സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. ഞാൻ അടുത്ത ആയത്ത് റബ്ബി ഖദ് ആതൈതനി മരിച്ചാൽ മതി കുറച്ചോനെ. കുറ്റമൊക്കെ പിശാചിനാണ്, ഞങ്ങൾക്കല്ല. അതാണ് ആര്? ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങൾ പറയാണ്, നിങ്ങൾ റമളാനെ യൂസുഫ് നബിയെ പോലെ കണക്കാക്കണം, എന്നാലേ നിങ്ങൾക്ക് റമളാനെ കിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ് എന്തെന്നറിയോ? കേട്ടോളി. റമളാൻ ബൈന 11 കൗക്കബൻ 11 നക്ഷത്രങ്ങൾക്കിടയിൽ റമളാൻ യൂസുഫ ബൈന 11 കൗക്കബൻ റമളാൻ ബൈന 11 ഷഹ്റൻ 11 മാസങ്ങൾക്കിടയിൽ റമളാൻ യൂസുഫ ബൈന 11 കൗക്കബൻ 11 ജ്യേഷ്ഠന്മാരിടയിൽ 10 ജ്യേഷ്ഠന്മാരും 5. മനസ്സിലായില്ലേ? ആ സഹോദരങ്ങൾക്കിടയിൽ യൂസുഫ് ആയതുപോലെയാണ് ആര്? റമളാൻ ആരിലായത്? മനസ്സിലായില്ല? മാസങ്ങൾക്കിടയിൽ ആര് കിടക്കണത്? അതുകൊണ്ട് ഫലാ തഖ്തുലൂ, നിങ്ങൾ ഈ മാസത്തിനെ കൊല്ലരുത്, അത് ഞങ്ങൾ ജയിപ്പിക്കണം. എങ്ങനെ ജയിപ്പിക്കാം? അള്ളാഹിൻ്റെ ദിക്റുണ്ട്. മനസ്സിലായില്ല? മസലുൽ ഹയ്യി വൽ മയ്യിത്തി മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. അപ്പം നിങ്ങൾ കൊല്ലരുത്. മനസ്സിലായില്ലേ? മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു. ദിക്റുള്ളവനും ദിക്റില്ലാത്തവനും തമ്മിൽ വ്യത്യാസം മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവനുള്ളവനും ജീവനില്ലാത്തവനാണ്. അപ്പം നിങ്ങൾ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
ദിക്റില്ലാത്തൊരു നേരം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഉണ്ടായ ആ സെക്കൻഡിൽ റമളാൻ മരിക്കും. റമളാൻ നിങ്ങൾ കൊല്ലാൻ നോക്കരുത്. ഏട്ടന്മാർ കൊല്ലാൻ നോക്കിയ പോലെ ആര് കൊല്ലാൻ നിങ്ങൾ കൊല്ലാൻ നോക്കരുത്. എങ്ങനെ റമളാനെ കൊല്ലൽ? റമളാൻ ഹയാത്തായിൽ എന്തുകൊണ്ടാണ്? ദിക്റുകൊണ്ടാണ്. റമളാൻ മരിക്കൽ എന്തുകൊണ്ടാണ്? ദിക്റില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ റബ്ബ് എന്ന ചിന്ത നഷ്ടപ്പെട്ടാൽ ആ സെക്കൻഡ്, റമളാനിലെ ആ സെക്കൻഡിൽ ഞങ്ങൾ എന്ത് ചെയ്തു? കൊന്നു. അപ്പോൾ സദാ സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് വേണം? പറകുട്ടി അള്ളാ എന്ന, അതാണ് ദിക്ർ. അതാ ദിക്റാണ്. അതാ ബോധം. പറഞ്ഞോളി, പക്ഷെ പറയലിനേക്കാൾ വലിയ ബോധം. ആരെ പറ്റിയുള്ള ബോധം? അള്ളാ. ചിന്തിക്കണം. 2, അതിനെ ഞങ്ങൾ കൊല്ലരുത്. ഒലാത്തുൽഖൂവയാബത്തൽ ജുബ്ബി, അതിന് ഞങ്ങൾ പൊട്ടക്കിണറ്റ് കയറിയരുത്. പൊട്ടക്കിണറ്റ് കയറിയാന്ന് പറഞ്ഞാൽ അതിൽ ഭാരത്താണ്. ഇന്നലെ അതിൻ്റെ വില അറിയാതെ വലിച്ചെറിയരുത്. അതിൻ്റെ വില അറിയാതെ വലിച്ചെറിയരുത്. ഇന്ന് നമ്മളതിന് വില അറിയാതെ വലിച്ചെറിയണം. ഇന്നിപ്പോൾ റമളാൻ എന്തിനാ? ഒരു തിന്നാള മാസമല്ലേ? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങൾ ചിന്തിക്കും. എന്നോട് എത്ര ആൾ പറഞ്ഞു എന്നറിയോ? എത്ര ആൾ തറാവി കഴിഞ്ഞ് നാട്ടിൽ നടക്കാൻ വയ്യ. ബാല്യക്കാർ മുഴുവനും കൂടുക. ഇതെന്തിൻ്റെ മാസം? ഒരു മനുഷ്യൻ നാളത്തെ വിഷയം തന്നെ അതാ. നാളത്തെ വിഷയം ഭക്ഷണം അധികരിച്ച മനുഷ്യൻ ആപത്തപ്പെടും. വളരെ ശ്രദ്ധിച്ചോളിട്ടാ. ഇത് ആപത്തിലേക്ക് പോവുകയാണ്. എന്തൊക്കെ ആപത്താ മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് വരാനിരിക്കണമെന്ന് അല്ലാഹു അഅലം. കാരണം മനുഷ്യൻ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അവൻ ദുഃഖിക്കുന്ന സമയം അടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ കളിക്കൂല. ചിലപ്പോൾ 2 ദിവസം ആ ചർച്ച ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളാ കൂട്ടത്തിൽ കൂടണ്ട കേട്ടോ. അതിന് നിങ്ങൾ കൂടരുതേ. അതൊരു മനുഷ്യൻ കളി ചിരി കൂട്ടം കൂടി കളിച്ചിരിക്കുക. ഏത് മാസം? ഏട്ടാ തെറാവി കഴിഞ്ഞാൽ പെരി പോയി കടന്നുറങ്ങിക്കോ. ഈ തെറാവി ഇസ്കിച്ചിലേക്ക് കടന്നുറങ്ങിക്കോ. വിശ്വസിച്ചാണ്. എന്നാലും എവിടേക്ക് ഇറങ്ങണ്ട? ഈ അങ്ങാടിക്ക് ഇറങ്ങണ്ട. ടെൻറ്റ് കിട്ടുക. എന്നോട് പറയാം, ഇന്ത്യയിൽ മൊത്തം ഭക്ഷണം കിട്ടുന്ന ടെൻറ്റ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. നിന്നാൽ എന്നോട് ഒരു കൊടുവളിക്കാരൻ പറഞ്ഞു. ആരിജ പറഞ്ഞു? ആയിക്കോട്ടെ, അങ്ങനത്തെ നാട്ടിലാകണ്ട്. കൊടുവളി ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായോ കൊല്ലുണ്ടെന്ന് അറിയില്ല. നാട്ടിലാകെ ബാല്യക്കാരൻ രാത്രി ഒരു 10 മണി 9:30 തോരണങ്ങൾ തൂക്കി എന്താ പറയാ ലൈറ്റ് ഇട്ട് അങ്ങനെ എന്താ ജനക്കൂട്ടം, ആണും പെണ്ണും ആകെ നാടാകെ 9:30 മണി 10 മണിയായ നാടാകെ മനുഷ്യന്മാർ അല്ലേ? സത്യം. ഇതിപ്പോ റമളാനെ കൊല്ലലാണ്. റമളാന്റെ വില ഏറിയ ഒരു സാധനത്തിന് അതിന് വിലയില്ല. പൊട്ടക്കിണറ്റി കൊണ്ട് ഇടരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം ഞങ്ങളോട് പറഞ്ഞു. അപ്പം നിങ്ങൾ തീപ്പെട്ടിക്കൊള്ളി ഒരസിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഇങ്ങനെ ആട്ടും. നിങ്ങൾ മുസാഫ് ഓതി കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടും. മനസ്സിലായില്ല? ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് നമ്മളൊരു സാധനം കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ തീപ്പെട്ടിക്കൊള്ളി എന്താ ചെയ്യല്? തീപ്പെട്ടിക്കൊള്ളി ബഹുമാനിച്ച് പട്ടിപ്പൊന്നി കൊണ്ടേക്കല പൊട്ടന്മാരെ. തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി ചങ്ങായി, കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി ഒരു സാധനം തീ കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉപയോഗം കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെ മുടിക്കും, അല്ലെ എങ്ങനെ ഇടും, അല്ലെ അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾ ഓത്ത് കഴിഞ്ഞാൽ മുസാഫ് ഇങ്ങനെ എറിയും. എന്ത്? അത് വിലയുള്ള സാധനമാണ്. അത് ആ തീപ്പെട്ടിക്കൊള്ളി എറിയുമ്പോൾ ആണല്ലോ ആ യൂസുഫിനെ ആരെറിഞ്ഞ്? ജേഷ്ഠന്മാരെറിഞ്ഞ്. റമളാൻ നിങ്ങൾ അങ്ങനെ എറിയരുത്. ആ ഏറപ്പ് എറിയണ്. അത് എന്തിനുള്ളതാ? തീറ്റ കുറക്കുക, ഖുർആനോത്ത് കൂട്ടുക, ദിക്ർ കൂട്ടുക. നേരെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കാൻ പറഞ്ഞ സാധനത്തിൽ മേൽ കൂടുക. അപ്പൊ അതിനെ നിങ്ങൾ എറിഞ്ഞത് എവിടുക്കാണ്? പൊട്ടക്കിണറ്റിലേക്ക്. ഹാഫിദ് ഇബ്നു ജൗസി തങ്ങൾ പറയാണ്, റമളാനെ കൊല്ലരുത്, റമളാനെ പൊട്ടക്കിണറ്റിൽ എറിയരുത്. അതിൽ അത് നിസാരപ്പെടുത്തിയത്, ഭക്ഷണം നിസാരപ്പെടുത്തിയ മാസം റമളാൻ, അയിമ കൂടരുത്. പിന്നെയോ വലാ തബിഊഹു ബിസമനിൻ ബഖ്സിൻ, നിസാരപ്പെട്ട വിലക്കനെ വിൽക്കരുത്. ഒരു അമലിനേക്കാൾ മറ്റേ അമലിനാണ് അഫ്ളലെങ്കിൽ വസ്സാബിഖൂന അസ്സാബിഖൂന ഉലൈകൽ മുഖറബൂൻ, ഒരു അമലിനേക്കാൾ നല്ലത് മറ്റേതാണ് നിനക്ക് തോന്നിയാൽ അത് ചെയ്യണം. ഒരു പൗതി മിസ്കിനായ ഒരു മനുഷ്യന് സദക്ക കൊടുക്കുമ്പോഴാണ് ഒരു വീട്ടിൽ പട്ടിണി കിടക്കുന്നത് അറിഞ്ഞെങ്കിൽ ഈ സദക്ക കൊടുത്താൽ പിന്നെ എന്താ ചെയ്യാം? പായുമാപ്പ ഈ കാര്യത്തിന് മുമ്പ് ഞാനെത്തണം അല്ലേ? പറയും മനുഷ്യന്മാരെ, അങ്ങനെയല്ലേ? നമ്മളെ കയ്യിൽ പൈസ നമ്മൾ
നമ്മളെ കയ്യിലൊരു പൈസ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരാൾക്കൊരു പകുതി മിസ്കിനായ മനുഷ്യൻ, മകനൊക്കെ ഗൾഫിലുണ്ട്, എന്നാലും വലിയ ഒന്നുമില്ല. അപ്പോഴാണ് അറിഞ്ഞ് ഒരു തെങ്ങുമന്ന് വീണാണ്ട് കിടക്കണ ഭർത്താവാണ്, കുട്ടികളൊന്നുമില്ല, ആരെയും കൊടുത്തിട്ട് വാങ്ങണം കേട്ടോ, അവിടേക്കൊന്നും ആരെയും കിറ്റും എത്തലില്ല, അത്രയും മയലിൽ അങ്ങേ ഭാഗത്തുള്ള ആളെന്ന് പറഞ്ഞാൽ നിങ്ങളാ വിവരം അറിഞ്ഞാൽ ഓടുമല്ലേ? ഓടും. എന്തുകൊണ്ട്? ഒരു അമല് ചെയ്യുമ്പോൾ തന്നെ അതിനേക്കാൾ അഫ്ളൽ കേട്ടോ അതിലേക്ക് ഓടും. പ്രത്യേകിച്ച് ഏത് മാസം? അതിൻ്റെ മാസമാണ് റമളാൻ. ഒരു അമലിനേക്കാൾ കയറും മറ്റൊരു അമലാന്ന് പറഞ്ഞാൽ അതിലേക്ക് ഓടും. അതാണ് റമളാൻ. അല്ലാതെ റമളാൻ നിസാരപ്പെടുത്തിയ കാര്യത്തിന്റെ പിന്നാലെ പോകരുത്. അപ്പൊ എന്ത് വേണം? വലാ തബിഉഹു ബിസമനിൻ ബഖ്സിൻ, കുറഞ്ഞ വിലക്ക്, തുച്ഛമായ വിലക്ക് റമളാൻ നിങ്ങൾ വിൽക്കരുത്. എന്താണോ ഏറ്റവും അഫ്ളൽ അതിന് നിങ്ങൾ സമയം ചെലവാക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്താണോ ഏറ്റവും അഫ്ളൽ അതിന് സമയം ചെലവാക്കുക. അങ്ങനെ റമളാൻ പുലർത്തരുത് പാടുള്ളൂ. മറ്റേ ആൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. അക്രിമു മസ്വാ, ആ കുട്ടിയുടെ കിടപ്പ് മുറി നീ ഒന്ന് ആദരിച്ചാളാ, നീ ഞങ്ങൾ പറഞ്ഞുതരാം. ഇത് നമ്മൾ പഴയ കാലത്തുണ്ടായിരുന്നു. പഴയ കാലത്ത് ഞാൻ ചുളി പറഞ്ഞ പരിപാടിയുണ്ട്, ഷാബാൻ. അതിനകത്ത് നിസ്കാരം ഇല്ലാത്ത ഒന്നല്ല. റമളാൻ വരുന്നതിന് മുമ്പ് പഴയ കാലത്ത് പായ ഒന്ന് കൃത്യമായി കഴുകും, പൊതൊക്കെ കഴുകും, വസ്ത്രങ്ങളൊക്കെ ഇല്ലേ ഒക്കെ മടക്കി വെക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? പഴയ കാലത്ത് ഈ കല്ല്, ചുമന്ന കല്ല് ഇടിച്ചിട്ട് ചുമര് തേക്കും. ഓർമ്മ ഉണ്ട് നിങ്ങൾക്കത്? അത് റമളാൻ അനുബന്ധിച്ച് ഒന്ന് ചുമരൊക്കെ ഒന്ന് വൃത്തിയാക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയുക, 100 കലക്കിയിട്ട് ചുണ്ണാമ്പ് കലക്കിയിട്ട് ആ തേച്ച് അന്ന് റമളാനോടനുബന്ധിച്ച് അതൊന്ന് വൃത്തിയാക്കും. അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കും, അലങ്കരിക്കും. ആര് വരുന്നുണ്ട്? റമളാൻ, അള്ളാൻ്റെ അതിഥിയെ അള്ളാഹ് നമ്മളെടുത്ത് കാണിക്കുക. അപ്പോൾ അക്രിമു മസ്വാഹു, അതിൻ്റെ കിടപ്പ് സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പം അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക. അവനാൻ്റെ വീടൊന്ന് വൃത്തിയാക്കുക, വീടൊന്ന് പെയിൻ്റ് അടിക്കുക. എങ്കിൽ അക്രിമു മസ്വാ, അതിൻ്റെ കിടപ്പ് റമളാൻ നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാം റമളാൻ നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുക. ഇപ്പം ഇന്നലെ ഒരാളിനോട് പറഞ്ഞു, തറാവീ ഒരുത്തൻ്റെ അടുത്ത് നിസ്കരിക്കാൻ വയ്യ. സലാമിൻ്റെ അപ്പോൾ ഇവിടെ കാരണം ഒരാഴ്ച മുമ്പ് ഇട്ട വസ്ത്രം പിന്നീടുള്ളൂ. നാടാക വസ്ത്രം എന്താ നനക്കി കുളിച്ചാൽ? തറാവി നിന്നിട്ട് ശല്യപ്പെടുത്തിയിട്ട് ഞാൻ അവിടെ എണീറ്റ് അപ്പുറത്ത് പോയി നിന്നു. ഇന്നലെ ഈ സലാം ഇരിക്കുമ്പോൾ വേറെ അടുത്ത് നമ്മൾ പറഞ്ഞു, വേറെ ആളെ പേര് പറയുന്നില്ല, നാടും അറിയാം. റമളാനിൽ ശ്രദ്ധിക്കാം, എന്നാൽ കൃത്യമായിട്ട് കുളിച്ചാൽ, വസ്ത്രമൊക്കെ നനയ്ക്കാൽ, എല്ലാ ദിവസവും എല്ലാ വസ്ത്രം. പിന്നെ പ്രത്യേകിച്ച് എന്താണെന്നറിയ ഒരു വിഷയം, നമ്മൾ ഈ പട്ടിണി കിടക്കുമ്പോൾ സ്വാഭാവികമായും പല വാസനയുണ്ടാവും. ഞാൻ പഴയ കാലത്തെ പറയാറുണ്ട്, റമളാൻ മാസത്തിൽ വൈകുന്നേരം കുളിക്കണം. അതായത് ചെറിയ ഒരു നോമ്പ് തുറന്ന് കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കർമ്മമാണ്. കുളിച്ചിട്ടല്ലാതെ നല്ല ഭക്ഷണം കഴിക്കരുത്. കുളി തന്നെ ഉരച്ചു കുളിക്കണം. ചേരിയൊക്കെ എടുത്തിട്ട് നോലിൽ ഉരച്ചു കുളിക്കണം, നല്ലോണം ഉരച്ചു കുളിക്കണം. അതായത് ഒരു തരം ഈ റമളാനിൽ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് പ്രത്യേക ഒരു എണ്ണ കോട്ടിങ് ബോഡിയിലേക്ക് വരും. ഒരു എണ്ണ കോട്ടിങ് വരും ബോഡിയിലേക്ക്. അത് ബോഡിയിലെ വേസ്റ്റാണ്. ഇത് ബോഡിയിൽ നിന്ന് പുറത്തു കൊണ്ട സാധനം. ഇതാണ് സുമൂത്ത സിഹു, നോമ്പൂറ്റാൻ ആരോഗ്യം ഉണ്ടാവും എന്ന് പറയുന്നത്. ഇത് വേസ്റ്റായ സാധനം. ഈ സാധനം എന്ത് ചെയ്യണം? വെള്ളം മേത്ത് കൂടി പറഞ്ഞാൽ പോരാ, എന്ത് ചെയ്യണം? റമളാനിൽ റമളാൻ മാസത്തിൽ എന്ത് ചെയ്യണം? ഒരു ചില റിവായത്തിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ കണ്ടു, ഹബീബായ റസൂലുള്ളാഹി ബൈനൽ മഗ്‌രിബി വൽ ഇശാ കുളിക്കുന്നു. അങ്ങനെ റിവായത്തിൽ ഞാൻ കണ്ടു ഈ അടുത്ത ദിവസം, ബൈനൽ മഗ്‌രിബി വൽ ഇശാ റസൂലുള്ളാഹി കുളിക്കുന്നു. മനസ്സിലാണ്ട് പറഞ്ഞത്? ആരോഗ്യത്തിൻ്റെ മർമ്മാണത്. റമളാനിലെ കുളി എപ്പോഴുള്ള കുളി? രാത്രി കുളിക്കുക. പകല് കുളിച്ചിട്ട് അവിടെ ഇവിടെ മൂക്കിൽ കണ്ണിനും തൊള്ളിയിലും വെള്ളം പോണ്ട, അത്യാവശ്യം വെള്ളം ഉപയോഗിച്ചാൽ മതി. രാത്രി ഒരച്ചുളിക്കുക, ബഹുമാനിച്ചിട്ട്. അപ്പോൾ സുഗന്ധം പൂശ. മനസ്സിലായില്ല? പകല് ഉപയോഗിക്കണ്ട, സുഗന്ധം എപ്പോൾ ഉപയോഗിക്കുക? രാത്രി ഉപയോഗിക്കുക. നിങ്ങൾ നല്ല കുളിച്ച് വൃത്തിയായി ഇനിയിപ്പോൾ ഒരാൾക്ക് 2 വസ്ത്രം ഉള്ളെങ്കിലും ദിവസം നനക്കിക്കൂടെ? പറയും നനക്കിക്കൂടെ? ഇന്ന് 2, 3, 4 അല്ലല്ലോ മനുഷ്യന്മാർക്ക് വസ്ത്രമുള്ളത്. അപ്പം എന്ത് ചെയ്യുക? റമളാനിൽ ചെറിയൊരു നോമ്പ് തുറന്നു, പിന്നെ നന്നാക്കി കുളിച്ചു, പകല് അലക്കി വൃത്തിയാക്കി. പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ കഷ്ടപ്പെടുത്താൻ എനക്കും അലക്കാലോ, എനക്കും അലക്കാം. ഞാൻ എൻ്റെ വസ്ത്രം മിക്കവാറും ഞാൻ തന്നെ അലക്കാം. പെണ്ണുങ്ങളൊക്കെ പള്ളർച്ചുണ്ട്, ഞാൻ തന്നെ അലക്കാം.
എന്തുകൊണ്ട്? ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, എനിക്ക് അലക്കിയ എനിക്കൊരു സന്തോഷമാണ്. എന്തുകൊണ്ട്? ഞാൻ വൃത്തിയായി ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ടാവും. പിന്നെ അതിൻ്റെ നീരോ മറ്റൊക്കെ കൃത്യമായിരിക്കും. ഇതൊക്കെ ഞാൻ അലക്കിയ, ഈ വസ്ത്രം ഞാൻ അലക്കിയ, ഇതൊക്കെ അലക്കിയ. ഇപ്പം ഇന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്, പോയി അലക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലൂറിൻ്റെ അസറിൻ്റെ ഇടയിൽ അലക്കും. എന്തേ? നമ്മൾ അലക്കിയ നമുക്ക് സന്തോഷം. അതിനിടയിൽ പെണ്ണുങ്ങളെ വസ്ത്രമാണെങ്കിൽ അതും അലക്കി കൊടുക്കും. എന്താ അലക്കിയത്? ഇബാദത്തല്ലേ? ഭാര്യൻ്റെ വസ്ത്രം അലക്കി ഇബാദത്തല്ലേ? ഓക്ക് പൊടിപ്പത് പണിയില്ലേ? റമളാൻ മാസത്തിൽ മറ്റു കാലത്തേക്കാൾ പെണ്ണുങ്ങൾക്ക് ഇരട്ടി പണി ഉണ്ടോ അല്ലേ? എന്താ അവളെ മാക്സിമം അലക്കി കൊടുത്താൽ എന്താ അലക്കി കൊടുത്താൽ എന്താ പെണ്ണുങ്ങളെ വസ്ത്രം അലക്കി കൊടുത്താൽ? പെണ്ണുങ്ങളെ വസ്ത്രം അലക്കി കൊടുത്തൊരു കൈ നോക്കി ഞാൻ അലക്കിയിട്ട് എന്തുകൊണ്ട്? ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വസ്ത്രം ഞാനാണ് അലക്കിയത്. എൻ്റെ ഉമ്മാൻ്റെ വസ്ത്രം ഞാൻ അലക്കി കൈ കണക്കില്ല. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വസ്ത്രം ഞാൻ തന്നെ അലക്കിയിരുന്നത്. അതിന് അല്ലാഹു തന്ന തൗഫീഖാണ് കാണുന്നത്. എൻ്റെ ഭാഗത്തതാ. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ഇന്നെ ഇഷ്ടപ്പെട്ട് മരിച്ചതാണ്. നിലമ്പൂർ ആശുപത്രിയിൽ എൻ്റെ ഉമ്മ കിടക്കുക. അവസാനത്തിൻ്റെ തലേ ദിവസം എന്തോ ഒരു വർത്താനം പറഞ്ഞപ്പോൾ എൻ്റെ കഴുത്ത് കൂടി പിടിച്ചു. ഞാൻ ഇപ്പം ഉമ്മ ബെഡിൽ കിടക്കുക, ഞാൻ താഴെ ഒരു സ്റ്റൂളും ഇരിക്കുക. അപ്പം എൻ്റെ കഴുത്ത് കൂടി പിടിച്ചു. എൻ്റെ മധുരിച്ചാണ് കേട്ടോ, എനിക്ക് ചെല്ലാത്തൊരു മധുരില്ല. അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കട്ടെ. അപ്പോൾ എന്താ ഉമ്മാൻ്റെ വസ്ത്രം അലക്കി, വാപ്പാൻ്റെ വസ്ത്രം അലക്കി, പിന്നെ പെണ്ണുങ്ങളുടെ വസ്ത്രം ഒരു മടിയില്ല. നമ്മൾ ഒരു അങ്ങോട്ടും അലക്കും. എന്താ പോലെ വസ്ത്രം നമുക്ക് അലക്കിയാൽ? ഇതൊക്കെ എന്താ പ്രശ്നം? എന്താ പോലും സഹായിച്ചാൽ ഇത് സ്വന്തം വസ്ത്രം വരെ അലക്കില്ല, അലക്കുക. അതിനൊരു സമയം കാണണമല്ലോ ദിവസം. മനുഷ്യൻ അതിനും വേണ്ടി സമയം കാണും. സ്വന്തം അലക്കി കുളിക്കുക, വൃത്തിയായിട്ട് കുളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? രാത്രി കണ്ണിലേശം സുഗന്ധം പൂശി റാഹത്താകുക, നിങ്ങൾ പള്ളിയിൽ പോവുക. എന്തൊരു റാഹത്താണ്! കണ്ടോരോ എത്ര ശത്രു ആണെങ്കിലും, UDF മറ്റോ LDF ആണെങ്കിലും അസ്സലാമു അലൈക്കും എന്ത് കാണാതെ ചോദിക്കും. വന്ന പെരുപ്പാൻ്റെ എന്താ അതിൻ്റെ കോലം, എന്താ ഭംഗി! മനസ്സിലാണ്ട് പറയും. ഇതൊക്കെ ചെയ്യുക. അത് നമ്മൾ പ്രത്യേകിച്ച് ഏത് മാസം? റമളാൻ്റെ ആവശ്യമില്ലാത്ത കോട്ടിങ് ഇങ്ങനെ വരും ബോഡിയിൽ നിന്ന്. ബോഡിക്ക് അങ്ങനെ പല സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പള്ളിയിൽ പോകുമ്പോൾ ഒരു മോശപ്പെട്ട വാസന ഉണ്ടാകരുത്. രാത്രി സ്വന്തം പൂശുണ്ടെങ്കിൽ ആ വാസൻ്റെ ഒരല്പം കാര്യവും ഒരു ഭംഗിയായ വാസനയൊക്കെ പകലും എന്നിൽ ഉണ്ടാവും. അപ്പോൾ ആളുകൾ മോശം പറയില്ല. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുക. അത് നീ എന്ത് ചെയ്ത്? അതിനെ നീ നിസ്സാരപ്പെട്ട ചെയ്യരുത്. ഒരു കിതാബുണ്ട്, എന്താ ഇവിടെ പുറത്തുനിന്ന് ആ കിതാബ് കൊണ്ടുവരും. ആ ചട്ടല്ലാതെ ഞാൻ നിങ്ങൾ കൊണ്ടുവന്ന് പുറത്തുനിന്ന് ആ കിതാബ്. അയാൾ പറഞ്ഞല്ലോ, സുലൈഖാന്റെ ഭർത്താവ് പറഞ്ഞല്ലോ. എന്ത് ഭർത്താവ്? സുലൈഖാന്റെ ഭർത്താവ് പറഞ്ഞല്ലോ, അസായം ഫാന, ഈ കുട്ടിനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും, റമളാനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. ഇനി റമളാനെ പറ്റി കേട്ടോളൂ. റമളാൻ എത്ര കരീമായ ആളാരാ? റമളാനോട് നമ്മൾ ഓരോ ദിവസം എന്താ പറയുന്നത്? മാപ്പല്ലേ? അപ്പം മാപ്പ് കൊടുക്കണ മാസല്ലേ ഏത്? റമളാൻ. യൂസുഫ് അമ്പിയാക്കളെ കൂട്ടത്തിൽ അത്രയും മാപ്പ് കൊടുത്ത ആളാണ്. ശിക്ഷിക്കേണ്ടവനെ വരെ ശിക്ഷിക്കാത്ത ആളാണ് ആര്? യൂസുഫ്. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കാത്ത മാസമാണ് ഏത്? റമളാന്. അതാണ് റമളാൻ കമ്പയർ ചെയ്യേണ്ടത്. റമളാന് ഒന്നാം ദിവസം തന്നെ നമ്മൾ പറയണം, അല്ലാഹുമ്മ റഹ്മനി, റഹ്മത്ത് ചെയ്യണം. നമ്മൾ റഹ്മത്തിന് അർഹനല്ലെങ്കിൽ പോലും റഹ്മത്ത് ചെയ്യണമെന്ന് നമ്മൾ റബ്ബിനോട് പറയാം. ഇതിലുണ്ട് ചില ഹദീസുകൾ. ഒന്ന് രണ്ട് ഹദീസ് ഞാൻ കാണിച്ചു തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്ത്? പിന്നെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അസായം ഫാന, ഈ റമളാൻ നമുക്ക് ഉപകാരമാവും. ഒരു ഘട്ടത്തിൽ റമളാൻ നമുക്കത് ഉപകാരമാവും. അങ്ങനത്തെ ദിവസം നമുക്ക് വരാൻ പോകുന്നുണ്ട്. റമളാനെ കൊണ്ട് നമുക്കൊരു ഉപകാരം കിട്ടും. അങ്ങനത്തെ കാലം വരാം, അങ്ങനത്തെ സമയം വരാൻ പോകുന്നുണ്ട്. റമളാനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുന്ന ഒരു സമയം വരാൻ പോകുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് അതിനർത്ഥം പറഞ്ഞുതരാം. എവിടെയാണ് ആ ഹദീസ്? ഞാൻ കിതാബിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ മുഹമ്മദുൽ ഉജുഹൂരി തങ്ങളുടെ ഫളായിലു ഷഹ്രി റമളാൻ എന്ന കിതാബിൽ ഇന്നലെ രാത്രി ഞാൻ കണ്ടു. എന്ത്? ഒരു മനുഷ്യനെ ആട്ടിവിടപ്പെടും. എവിടുന്ന് ആട്ടിവിടപ്പെടും? ഒരു മനുഷ്യനെ ആട്ടിവിടപ്പെടും ഹൗദുൽ കൗസറിൻ്റെ കയ്യിൽ നിന്ന്. ഒരു മനുഷ്യൻ ഹൗദുൽ കൗസറിൻ്റെ അരിയിലെത്തുന്ന നേരത്ത് ഫമൂനിയ, അവന് ഹൗദുൽ കൗസർ വിലങ്ങപ്പെടും.
മലക്കൾ അവനങ്ങനെ ഓടിക്കും. ഇവിടെ വേണ്ട പോണെന്ന് പറഞ്ഞ് പുറത്താക്കും. അങ്ങനെ ഈ മനുഷ്യൻ പലവട്ടം എന്ത് ചെയ്യുന്നറിയോ? ഈ മനുഷ്യൻ പലവട്ടം വന്നിട്ടും വാതിൽ തുറന്നു കൊടുക്കൂല. വാതിലല്ല, എന്ത് പലവട്ടം വന്നിട്ടും ഈ മനുഷ്യന് പിന്നെ ഹൗദുൽ കൗസർ കിട്ടൂല. റമളാൻ. അപ്പം ആര് വരും? ഇയാൾ റമളാൻ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഹൗദുൽ കൗസർ റസൂലുള്ള പറയാണ്. അതന്നെ ഹദീസ്. റസൂലുള്ള പറയാണ്. റസൂലുള്ള പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യന് പിന്നെ വന്ന് നോക്കുന്ന സമയത്ത് അയാൾക്ക് ഹൗദുൽ കൗസർ കൊടുക്കണില്ല, മലക്കൾ ഇയാൾ ആട്ടുക. പിന്നെയും വന്നു, അപ്പോഴും ആട്ടുക. അങ്ങനെ പലവട്ടം വന്നപ്പോഴും ഇയാളെ അവിടെ നിന്ന് ആട്ടി. അപ്പോൾ ഫഅതാഹു റമളാൻ. ആര് വരും? എന്താണ് പ്രശ്നം? ഹൗദുൽ കൗസറിന് ഒന്നാണ് കിട്ടിയില്ല. അതെ, ഹൗദുൽ കൗസറിൻ്റെ അടുത്തേക്ക് റമളാൻ പിന്നെ കൊണ്ടുപോകും. അക്രമേ ദിന്നവും മനുഷ്യളാ വെള്ളം കുടിക്കും. ആര് പറയും? അതാ പറയും. മലക്കുകൾ ഓടിച്ച ആൾക്ക് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. മാന്യത. ഈ റമളാനെ ബഹുമാനിച്ചാൽ റമളാൻ എന്നെ ബഹുമാനിക്കും. ഈ സുലൈഖാൻ്റെ ഭർത്താവ് പറഞ്ഞല്ലോ, അക്രീമി മസ്ബാഹു അസായം ഫാന. ഇതിനെക്കൊണ്ട് നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. റമളാനെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. റമളാനെ ബഹുമാനിച്ചാൽ റമളാനെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. റമളാൻ മാസം കാരണമായിട്ട് എൻ്റെ പുരക്കൊരു പെയിൻ്റ് അടിച്ചിക്കണമെങ്കിൽ എനിക്ക് ആരെ ബഹുമാനിച്ചതാണ്? റമളാനെ. റമളാൻ കാരണമായിട്ട് ഷഅബാൻ അവസാന ദിവസം ഒരു നനച്ചുളി പണ്ടത്തെ കാലത്ത് നടത്തിയിരുന്നെങ്കിൽ ഈ നനച്ചുളിയെ വിമർശിക്കുന്ന എത്ര പ്രസംഗം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ദീനില്ലേ? ഒരു ഉണ്ടോ അല്ലേ? അതിലൊരു ദീനുണ്ടോ അല്ലേ? എത്ര ആളുകളാണ് വിമർശിച്ച് ഞാൻ കേട്ടിട്ടുള്ളതെന്നറിയോ? നനച്ചുളിൻ്റെ എന്താണ് നനച്ചുളി എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ നിസ്കാരം ഇല്ലാത്തവരല്ല. ഇനി ചിലപ്പോൾ പഴയ കാലത്ത് അന്തല്ലാത്ത കുറച്ച് മനുഷ്യന്മാർ നിസ്കരിക്കാത്തവർ എന്ന് നിസ്കരിച്ചു. അത് ബഹുമാനിച്ചല്ലേ? ആണോ അല്ലേ? റമളാൻ ബഹുമാനിച്ചല്ലേ? കളൗട്ട് അത് റമളാൻ ബഹുമാനിച്ചാണോ അല്ലേ? ആ കിരിമി മാസമാവും. മറ്റു കാലത്തൊന്നും നിസ്കരിക്കാത്തതിൻ്റെ കുറ്റമൊക്കെ അത് കുറ്റം കൂലി നടക്കാൻ ഇജാരാങ്ങായി ഇജാരാ ഹാസിബോ. ഹബീബായ റസൂലുള്ള പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എടോ ഒരു മനുഷ്യൻ ഞങ്ങൾ വേറെ നമ്മൾ ഈ ചെക്കന്മാരെ കുറ്റം പറയാം, പള്ളി കുത്തിരിക്കാൻ നമ്മൾ റമളാൻ കുറച്ച് തൊപ്പിട്ട് വന്നോളി. റമളാൻ തൊപ്പിട്ട് ബഹുമാനിച്ചല്ലേ? ആര്? റമളാനിൽ തൊപ്പിട്ട് വന്നതിനവനെ കുറ്റം പറയണ എന്തിനാ? അത് ചെയ്തു. അല്ലാത്ത കാലത്ത് കാരാക്കൂസാണെങ്കിലും ആരെ ബഹുമാനിച്ചില്ലേ? അള്ള ബഹുമാനിച്ച മനസ്സിനും ബഹുമാനിച്ചില്ലേ? ഓ വെറുതെയാവോ? പറയും. ഈ പള്ളിയെ കുത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഒരാൾ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട ഒരാളാണ്. ആണോ അല്ലേ? കുറച്ച് ആളുകളുണ്ട് ഇറങ്ങും റമളാൻ മാസം തൊപ്പിയിട്ടുണ്ട്. റമളാനും അല്ലാത്ത കാലത്ത് മുടി ക്രോപ്പ് ചെയ്തോണ്ട് റമളാൻ മാസം തൊപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇത് റമളാനെ ബഹുമാനിച്ചതാണോ? അല്ലേ? റമളാൻ ബഹുമാനിച്ചല്ലേ? എല്ലാ കാലത്തും നിസ്കരിക്കാത്ത റമളാൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്ത് നിസ്കരിച്ചതോ അവനെ നിസ്കരിപ്പിച്ചോ അത് വേറെ വിഷയം. എന്നാലോ എന്ത് ചെയ്തല്ലോ? റമളാനോ ബഹുമാനിച്ചില്ലേ? അത് വെറുതെയാവോ? റമളാൻ പിന്നീട് ഷഅബാന്റെ ലാസ്റ്റിൽ പെയിന്റ് അടിച്ചു, വെറുതെയാവോ? റമളാനിൽ പായും പടമൊക്കെ അലക്കി കുളിപ്പിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് പോയിക്കട് പോകുകയില്ല. പായും മറ്റും ഇല്ലേ പോയിക്ക് പോയി എല്ലാം ഷഅബാൻ അവസാന ഭാഗത്താകുമ്പോൾ എല്ലാ കേക്ക് വൃത്തിയാക്കി കൊണ്ട് എന്തേ നാളെ മറ്റന്നാൾ റമളാൻ വരിക. ഒരു പെണ്ണുങ്ങൾ മറ്റേ റമളാന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു വയ്ക്കും. ഫോണിലല്ല, അപ്പുറത്ത്. കുറച്ചൊക്കെ കഴിഞ്ഞു, ഇനിയും ബാക്കിയുണ്ട്. എന്തേ പാടം കിടക്കൻ്റെ പിരി തലക്കണയാൻ്റെ ഒറ ഇതൊക്കെ കഴുകും. ഏത് ഷഅബാനിൽ തന്നെ. എന്തേ റമളാൻ വരാൻ പോണ്. അലക്കാത്തൊരു സാധനം പരിയിലുണ്ടാകരുത്. അതിന് നനച്ചുളി എന്നറിയും അക്കാലത്ത്. അത് തെറ്റാണോ? പറയാം, അത് തെറ്റാണോ? ശരിയെ മാത്രമല്ല, അത് എന്താണ്? ഇക്രാമാണ്. ആരെ? സയ്യിദ് ഷൂരല്ലേ? യാക്കൂബ് നബിയിൽ മറ്റു മക്കൾക്കിടയിൽ യൂസുഫിന്റെ സ്ഥാനമാണ് അല്ലാമുൽ ഖുയൂബായ റബ്ബിന്റെ അടുത്ത് ആർക്കുള്ളത്? അപ്പൊ വരാനായിട്ടുണ്ട്, റമളാൻ വരാനായിട്ടുണ്ട്. റമളാൻ അല്ലാത്ത കാലത്ത് കള്ളുടിക്കുന്ന ചില ആളുകൾ റമളാൻ നിർത്തി. കള്ളുടി തെറ്റാണെങ്കിൽ തെറ്റന്നെ, പക്ഷെ എന്നാലും ഓൻ ആര് ബഹുമാനിച്ചു? ബഹുമാനിച്ചു. അത് സരലല്ലോ. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു തആല ആഖിബത്ത് നന്നാക്കി കൊടുത്ത് ഓൻ അള്ളാഹു തആല സ്വർഗ്ഗാവകാശിയായിക്കൂടെ? ഓൻ എന്തിനു ബഹുമാനിച്ചോണ്ട്? റമളാൻ മനസ്സിലായി. നമ്മളതിനൊന്നുമില്ല. ഓരെന്നും അലക്കി തേച്ച് വൃത്തിയായി കുളിച്ച് ചില ആളുകളുണ്ട്. റമളാൻ മാസത്തിൽ പണി നിർത്തുന്ന ആളുകൾ എനിക്കറിയാം. ഞാൻ പലരോടും പറയാറുണ്ട്. കിതാബിലുണ്ട്, പഴയ കാലം മുതലേ ഈ സംഭവം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ ഞാനൊരു കിതാബിൽ കണ്ടു, റമളാൻ മാസത്തിൽ കൂലിപ്പണിക്കൊള്ളൊരു കൂലിപ്പണിക്ക് പോവില്ല. അപ്പോൾ മുതലാളിമാർ കണ്ടറിയണം കേട്ടോ. ഒരു കിതാബിൽ ഞാൻ കണ്ടു.
അതൊരു 700 കൊല്ലം മുമ്പ് എഴുതി കിട്ടാം. അപ്പം അക്കാലത്തേ ഉണ്ടാവും റമളാനിൽ എന്തില്ല, പണിക്കൂല. അപ്പോൾ അവർക്ക് ഭക്ഷണമില്ല. അപ്പം മറ്റൊരു അവരൊന്ന് ബഹുമാനിക്കണം. എന്താ പണിക്കോകത്ത്, എന്താ റമളാനിൽ പണിക്കോകത്ത്? റമളാനും മഞ്ചു നമുക്ക് ചിലപ്പോൾ അവരെ പെണ്ണുങ്ങളും പറയും റമളാനിൽ പണിക്കോണ്ട, അതിൻ്റെ ലാഭം വേണ്ട. അപ്പോൾ ആ നല്ലൊരു പണി വന്നത് റമളാനിയല്ല, റമളാനിയെ പണി നിർത്തിച്ചതാ ഇല്ല. അപ്പം ബഹുമാനിച്ചതാണ് ആര്? റമളാന്. നമുക്കുള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാ, നിങ്ങൾ പണിക്കൊണ്ട, റമളാൻ ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാ. അപ്പോൾ ആ പെണ്ണ് ബഹുമാനിച്ചു, ആണ് ബഹുമാനിച്ചു, ഒരേ കള്ള വെറുതെയാക്കൂലല്ലോ. അല്ലേ? മനസ്സിലായില്ല? ഇതൊക്കെ പഠിക്കണ്ടേ? നമ്മുടെ ഈ മുൻഗാമികൾ ചീത്ത പറയാന്നല്ലാതെ എന്താ നമ്മളെ കാലത്ത് നമ്മൾ ചെയ്ത്? എന്നിട്ട് നമ്മൾ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ് നമ്മളല്ലേ നിസ്കരിച്ച് പെണ്ണുങ്ങളും മക്കളും പ്രായത്തായി പോയി കടന്നുറങ്ങി. ഭാര്യയും ഭർത്താവും കൂടി എനിക്ക് പായി കിടക്കൂല റമളാൻ മാസം പകലിൽ. എന്തെങ്കിലും തൊട്ടിയോ തോണ്ടിയോ ചെയ്ത് ഒരു മോശം വേണ്ട. ഒക്കെ ബഹുമാനിച്ചതാണ് ആരെ? അന്ന് വെറുതെ ആവില്ല. അള്ളാഹു തആല ഇതിന് അത്രയും വലിയ സ്ഥാനം കൊടുത്തത്. അതാണ് പറഞ്ഞത് അക്രിമി മസ്വാ അസാന. ഇതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. അതായത് മഹ്ശറിൽ വന്നിട്ട് ഒരു മനുഷ്യനെ അപ്പം നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം, മഹ്ശറിൻ റസൂൽ പറയാണ് അവനെ തടയപ്പെട്ടു എന്ന് റസൂൽ പറയാം. അവനെ തടയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഔലുൽ കൗസർ കുടിക്കാൻ മാത്രമുള്ള ദർജയൊന്നും ഓന് ഇല്ല. ഈ കമ്പനി ആയിരിക്കാം. ഏത് കമ്പനി? റമളാൻ മാസത്തിൽ മാത്രം തൊപ്പിട്ട് വരുന്നവൻ, അന്ന് നിസ്കാരം കള്ള വിട്ടണവൻ ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ ഓൻ എന്തിനാ തടഞ്ഞത്? അള്ളാഹു തആല എന്തിനാ മലക്കളോനെ തടഞ്ഞത്? ഓന് സ്വയം അതിന് മാത്രമുള്ള അർഹതയൊന്നും ഇല്ല. ആ സമയത്ത് നിങ്ങൾ അപ്പോൾ ആലോചിക്കുക. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ചില ബാല്യക്കാരെ രീതികളുണ്ടല്ലോ, ഓലെ നിങ്ങൾ കുറ്റം പറയരുതേ. റമളാനെ ബഹുമാനിക്കുന്നവർ, റബീഉൽ അവ്വൽ ബഹുമാനിക്കുന്നവരൊന്നും കുറ്റം പറയരുത് കേട്ടോ. ഓരൊക്കെ വലിയ കൂട്ടരായിരിക്കും അള്ളാഹിൻ്റെ അടുക്കൽ. കാരണം ഓൻ എന്താണെങ്കിലും അള്ളാഹ് ബഹുമാനിച്ചതിനെ ഒരു ബഹുമാനിച്ചില്ലേ. അപ്പോൾ നമ്മൾ ഈ അങ്ങാടിയിൽ കുറച്ച് കുട്ടികളുണ്ടല്ലോ, ഒരു കാലത്ത് ഒരു പള്ളിയിൽ അവിടെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, റമളാൻ തൊപ്പിട്ട് ഇങ്ങനെ നടക്കും അല്ലേ? അങ്ങനത്തെ കുട്ടികളില്ലേ? ആ കുട്ടികളെ നിസ്സാരപ്പെടുത്തണ്ട. അവർക്ക് മുമ്പിൽ വലിയൊരു ഖൈർ വരാൻ പോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ റമളാനെ ബഹുമാനിച്ചാൽ വെറുതെ ആവൂല. ഞാൻ എവിടെയാ റമളാന് അങ്ങനെ കണക്കാക്കണ്ട. അങ്ങനെ ഏതും കണക്കാക്കാം. ബിന്യാമിൻ്റെ സ്ഥാനത്ത് ഏതും കണക്കാക്കാം. ദുൽഹിജ്ജിനെ കണക്കാക്കാം, റജബിനെ കണക്കാക്കാം, ഷഅബാനെ കണക്കാക്കാം, ഓരോന്നിനും അങ്ങനെയൊക്കെ കണക്കാക്കാം. അപ്പോൾ ഈ റമളാൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട മാസമാണ്. അപ്പോൾ അതിനെ നിസ്സാരപ്പെടുത്തുകയേ ചെയ്യരുത്. അതിനെ നിസ്സാരപ്പെടുത്തിയാൽ നമ്മൾ അള്ളാഹിൻ്റെ കോടതി കൊടുക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും ബഹുമാനിച്ചു. അപ്പോൾ ഒരാൾ രാത്രി ഇപ്പോൾ സാധാരണ രാത്രി കുറവണവനാണെങ്കിലും റമളാനിൽ അള്ളാഹിനോട് കയ്യൊന്തിക്കണം. കാരണം എന്താ? റമളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും ശ്രേഷ്ഠത തന്നതാണ് ദുആക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പിൻ്റെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിന്? ദുആനെ പറ്റി. അത്രയും സ്ഥാനമുണ്ട്. അവ നീട്ടി പറയുന്നില്ല, അവസാനിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരെയും ചേർത്ത് തരട്ടെ. നമ്മളെല്ലാവരും അത് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ്, അപ്പോൾ ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം എന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അത്രയും വലിയ സ്ഥാനമുള്ള മാസമാണിത്. ആ മാസത്തെ നമ്മൾ നാശാക്കാതിരിക്കാൻ നോക്കണം. പന്തലിക്കൽ ഹലാലല്ലേ, അവിടെ ഹലാലെന്നൊന്നും പറയരുത്. റമളാൻ അതിൻ്റെ മാസമല്ല. റമളാൻ പ്രത്യേകിച്ച് രാത്രി കളിക്കുന്നത് നല്ലതേ അല്ല. ഈ റമളാൻ മാസത്തിൽ ടെറഫ് കളിക്കുക, നിങ്ങൾ തെറാവി വരെ അത്തായം വരെ കളിക്കുക, അത്തായം കഴിച്ചിട്ട് കടന്നിറങ്ങുക. നല്ലതല്ല. റമളാൻ എൻ്റെ കാലമല്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ സൂക്ക് നേരം വിളിക്കണവരെ നേരം വിളിച്ചാൽ കടന്നിറങ്ങും. ഇല്ല തോന്നിയാസൊക്കെ നടക്കും. അതിൻ്റെ ശിക്ഷയുണ്ടാവും. ഒരു ജനതയുടെ ഏറ്റവും വലിയ ശിക്ഷ ആ ജനതയുടെ പിൻഗാമികൾക്ക് ദീൻ നഷ്ടപ്പെടലാണ്. അതിന് വലിയ ശിക്ഷയില്ല. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ റമളാനെ ബഹുമാനിക്കുക. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുക.
ഇതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും കടമുള്ള കർത്തവ്യമുള്ള കാര്യങ്ങളാണ്. ഈ മാസത്തെ നമ്മൾ കൊണ്ടുപോയിട്ട് വലിച്ചെറിയരുത്, അതിന് നിസ്സാരപ്പെട്ട വിലക്ക് വിൽക്കരുത്. നീ ഒന്നിനും കയ്യൊരു ക്ഷീണമാണ്, ചില ലക്ഷം ഉറങ്ങിക്കോ. ഒരു കൂവത്തിന് വേണ്ടിയിട്ട് ഉറങ്ങൽ നല്ല കാര്യമല്ലേ? ഉറങ്ങാൻ മോശമായ സമയം എന്ന് പറഞ്ഞാൽ അസറിന് ശേഷം മഗ്‌രിബ് വരെ ഉറങ്ങരുത്, മഗ്‌രിബിന് ശേഷം ഇശ വരെ ഉറങ്ങരുത്. അസർ മുതൽ ഇശ വരെയാണ് ഉറങ്ങൽ മോശമായ നേരം. ബാക്കി നേരം ഉറങ്ങിക്കൂടെ? പിന്നെ സുബഹി നിസ്കരിച്ച് സൂര്യോദയം വരെ ഉറങ്ങരുത്, ബാക്കി നേരം ഉറങ്ങിക്കൂടെ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇപ്പോൾ ളുഹാ നിസ്കരിച്ച് കുറച്ച് കൈലൂലത്ത് അതിശക്തമായ സുന്നത്താണ് റമളാൻ മാസത്തിൽ. കൈലൂലത്ത് ഇറാൻ ളുഹറിന് മുമ്പ് ഉറങ്ങുക. ഇനിയിപ്പോൾ തുറങ്ങുക, ഇന്നിപ്പോൾ 12:30 മണി കഴിഞ്ഞിട്ടുള്ളൂ എന്ത് ബാങ്ക്, ഇനിയിപ്പോൾ ഉറങ്ങുക. അങ്ങനെ കിടക്കുക, എന്നിട്ട് ഉറങ്ങി, എന്നിട്ട് ളുഹർ നിസ്കരിച്ച് പോയിക്കോളി, നല്ല കാര്യമാണ്. കൈലൂലത്ത് അതിശക്തമായ സുന്നത്താണ്. ഞാൻ രാത്രി കൂത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? കൈലൂലത്ത് ഉറങ്ങണം. ഏതാ കൈലൂലത്ത്? ഉച്ചക്ക് മുമ്പുള്ള ഉറക്കം. ഉച്ചക്ക് മുമ്പുള്ള ഉറക്കാണ് കൈലൂലത്ത്. അത് യുഖബ്ബിൽ ബദന തുഖബ്ബിൽ ബദന അല്ല 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 തഹജ്ജുദി. തഹജ്ജുദിന് ശരീരത്തിന് ശക്തി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൈലൂലത്ത് ഉറങ്ങണം. കാരണം എനാമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ റസൂലുള്ളാഹി ഉറങ്ങിയ ഉറക്കമാണ് ഏത്? കൈലൂലത്ത് ഉറങ്ങണം, സുന്നത്താണ്. ഞാൻ രാത്രി ശക്തി കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യുക. രാത്രി ഇബാദത്തിന് വേണ്ടി ചിലവഴിക്കുക, ടെറഫിൽ പോകാതിരിക്കുക, കളിക്കാതിരിക്കുക, വെറുതെ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഇറങ്ങി നടക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒന്ന് വരാൻ പോകുന്നുണ്ട് മലബാർ. അല്ലെങ്ങനെ മലബാർ നാശാവില്ല. മലബാർ നശിച്ചിട്ടുണ്ട്. മലബാർ നശിക്കാനുള്ള കാരണം എന്തോ ഒന്ന് വരാൻ പോകുന്നുണ്ട്. എന്തോ എനിക്കത് മനസ്സിലാവില്ല എന്താണത്, പക്ഷെ എന്തോ ഉണ്ട്. ഞാൻ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്, അത് പറയാൻ പറ്റൂല. ഞാൻ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്, അത് പറയാൻ പറ്റൂല. പക്ഷെ നല്ല ആൾക്ക് പിരിയില്ലാന്ന് ഉറപ്പിച്ചോളി. ഈ കളി നല്ലതല്ല. ഇങ്ങനെ കളിച്ചൊളി 2 ദിവസങ്ങൾ എൻ്റെ മുന്നിൽ കുത്തിരുന്നാൽ ഞങ്ങൾക്ക് നാളെ മറ്റന്നാളും ചില വിഷയങ്ങൾ പറഞ്ഞുതരാം. ഒരു ജനത്തിന് ഭക്ഷണം അധികരിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനം തകരാൻ പോകുകയാണ്. ഉറപ്പ്, സംശയിക്കണ്ട. ഒരു വ്യക്തി ഭക്ഷണം അധികരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തകരാൻ പോകുകയാണ്, ആ വ്യക്തി നശിക്കും. ഉറപ്പ്. ആയുസ് തീരൂല, പക്ഷെ ഓൻ നശിക്കും. ഓൻ മൂലം നടക്കേണ്ടി വരും. എന്ത് കൂടിയാൽ സുമുത്തസ്വീഹ്, ഭക്ഷണം കുറച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇപ്പം ഭക്ഷണത്തിൻ്റെ ലാസ്റ്റ് സമയം 8, 8:30, 9 പറ്റൂല രാത്രി. അതായത് ഞങ്ങൾക്ക് രഹസ്യം പറഞ്ഞില്ല, സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷണം. സൂര്യൻ ചക്രവാളത്തിൻ്റെ പരിധിയിലല്ലെങ്കിൽ ആമാശയം ദഹിക്കൂല. ആമാശയത്തിന് ഭയങ്കര അധ്വാനം ഉണ്ടാവും. അത് കിഡ്നിക്ക് കേടുവരുത്തും, ആമാശയത്തിന് കേടുവരുത്തും. ഭക്ഷണത്തിനെ പാകപ്പെടുത്തുന്നത് ആരാണ്? സൂര്യനാണ് ചങ്ങായി. ഈ ലോകത്ത് എല്ലാം നടക്കുന്നത് എന്തുമ്മലാണ്. അതുകൊണ്ടല്ലേ മനുഷ്യൻ സൂര്യനെ ആരാധിച്ച്. അത്രയും ഉപകാരമുള്ളൊരു സാധനമാണ് എന്ത്? സൂര്യൻ. ചെടികൾ, ഒരു ചെടിയാണ് ഗ്രഹണം ബാധിക്കും. ആ ചെടീനെ എവിടെ കൊണ്ടെന്ന് വെച്ചാൽ റൂമിൽ, അതിന് എന്ത് കിട്ടണം? സൂര്യപ്രകാശം കിട്ടിയാൽ അതിൻ്റെ ഭക്ഷണം തന്നെ നടത്തും. അത് താഴ്ന്ന് വെള്ളം വലിച്ചെടുക്കും, ലവണങ്ങൾ വലിച്ചെടുക്കും, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടും. മനസ്സിലായില്ല? ഓക്സിജനെ പുറത്തേക്ക് വിടും, കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കും. ഇതെല്ലാം അത് ചെയ്യും എന്തുണ്ടെങ്കിൽ? സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ. അപ്പം 2 സമയമാണ്. ഇപ്പം ഭക്ഷണം കഴിക്കുക. ഇപ്പം റമളാൻ അല്ലാത്തതുകൊണ്ട് കഴിക്കാത്തതാണ്. ഇപ്പം ഭക്ഷണം കഴിക്കുക. അപ്പോൾ എന്തുണ്ട്? സൂര്യനുണ്ട്. ഇനി സൂര്യൻ 2 അവസ്ഥയിലാണ് സൂര്യൻ ചക്രവാളത്തിൻ്റെ പരിധിയിൽ അടയാളം കാണിക്കുക. ഒന്ന് ഷഫഖുൽ അഹ്മർ, മായുന്നത് വരെ വൈകുന്നേരം ഈശയാകുന്നത് വരെ ഭക്ഷണം കഴിക്കുക. കാരണം സൂര്യൻ പോയിട്ടുണ്ടെങ്കിലും എവിടെ ഉണ്ട്? ചക്രവാളത്തിൻ്റെ പരിസരത്തുണ്ട്. അവിടുന്ന് പോയാൽ പിന്നെ ഇരുട്ടാൻ വരക്കും. 2 ഫജ്ർ സാദിഖ് വെളിവാകാനാവുക. അതാണ് സുഹൃന്നമയം. അപ്പം ഭയങ്കര കരുത്താണ് ഭക്ഷണം കഴിച്ചാൽ. ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ നേരമല്ല, ആ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മതി. എപ്പോൾ? അത്താഴത്തിന് സമയം. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ 4-5:30 ഉള്ളിൽ റസൂള്ള പരമാവധി സുബൈയിലേക്ക് അടുപ്പിച്ച ഭക്ഷണം കഴിക്കുക. റസൂള്ളാൻ്റെ ഭക്ഷണം കഴിഞ്ഞാൽ ഒരു 50 ആയത്ത് തോന്നുന്ന നേരം ഉണ്ടാവുള്ളൂ. 50 ആയത്തിന് എത്ര സമയം വേണം? 10 മിനിറ്റ് 15 മിനിറ്റ്. നേരം വൈകിട്ടാണ് അത്താഴം കഴിക്കുക, നേരത്തെയാണ് ഇഫ്താർ കഴിക്കുക. മഗ്‌രിബിനായാലും റസൂൽ നോമ്പ് തുറക്കും, പിന്നെ ഈശോരെ കാത്തു തീർക്കൂല. അതേ സമയത്ത് മനസ്സിലായില്ല, അത്താഴം പരമാവധി താമസിപ്പിക്കും, നോമ്പുറക്കൽ പരമാവധി വേഗാക്കും. ഇതൊക്കെ 2 ഇതിൻ്റെ ഉള്ളിൽ ശാസ്ത്രം കിടക്കുന്നുണ്ട്. അത്താഴം വേഗം, നോമ്പുറക്കൽ വേഗം കഴിക്കണം. എന്തുകൊണ്ട്? സൂര്യൻ വല്ലാതെ പോയിട്ടില്ല.
സൂര്യൻ പോയി കഴിഞ്ഞാൽ ഈ അവയവങ്ങളൊന്നും പ്രവർത്തിക്കൂല. എനിക്ക് ഡബിൾ വേണം. ഉദാഹരണം പറയാം, നമ്മൾ പിന്നെ മഗ്‌രിബിന് ACD ആണെങ്കിൽ പെണ്ണുങ്ങൾ ഉമ്മ ഒക്കെ എന്താ പറയും, ACD ഇപ്പോൾ ഡബിൾ കറണ്ടാവും. കാരണം മനസ്സിലായില്ല. അപ്പോൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന സമയമായതുകൊണ്ട് ലോഡ് കൂടും ആ സമയത്ത് ഇലക്ട്രിസിറ്റിക്ക്. സത്യമല്ലേ? എന്നതുപോലെ സൂര്യൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആമാശയത്തിന് ലോഡ് കൂടും. സൂര്യൻ നമ്മളെ പരിധിയിലുണ്ടെങ്കിൽ ആമാശയം ദഹിപ്പിച്ചു കൊടുക്കും. കാരണം അതിന് വേണ്ട ഇന്ധനം എവിടുന്ന് കിട്ടും? സൂര്യൻ കിട്ടും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി അത്താഴത്തെ നബി പിന്തിപ്പിക്കും. കാരണം പരമാവധി സൂര്യൻ ചക്രവാളത്തിലേക്ക് അടുത്തു. ഇഫ്താർ നബി പെട്ടെന്നാക്കും. കാരണം പരമാവധി സൂര്യൻ വല്ലാതെ പോകാൻ പാടില്ല. കഴിഞ്ഞു. ഇതാണ് റസൂലുള്ളാഹിന്റെ ലക്ഷണം. ഇതിൽ ശാസ്ത്രമല്ലേ? പറഞ്ഞ് മനസ്സിലായി ചിന്തിക്കാത്ത ഇത് രാത്രി 10 മണി 12 മണിക്ക് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കെമിക്കലായിട്ട്. അപ്പം ഇത് എന്താകാൻ കാരണം? ഒന്ന് വ്യക്തി നശിക്കുക, 2 സൊസൈറ്റി നശിക്കുക, സമൂഹം നശിക്കുകയാണ്. മലബാറിൽ എന്തോ വരാൻ പോകുന്നുണ്ട്. മലബാറിൽ എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട്. അത് ഭയങ്കര ആപത്തായിരിക്കും മലബാറിൽ. എനിക്കറിയും ചില കാര്യങ്ങളെക്കുറിച്ച്, ഞാനത് പറയില്ല. പക്ഷെ സൂക്ഷിച്ചോളി, നല്ലതാണ്. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഈ ആപത്തിൽ നിന്ന് എല്ലാം മാലിന്യം തീരുമാനം എടുക്കാറുണ്ട്. ഈ വിഷയത്തിൽ അതിൽ തീരുമാനം എടുക്കേണ്ടത്. ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എൻ്റെ മാലിന്യം തീരുമാനം എടുത്തോളൂ. പോലീസ് സ്റ്റേഷനിൽ വരെ പറയാലോ മാലിന്യം, അങ്ങനത്തെ മാലിന്യം ഞങ്ങൾ നോമ്പ് കാലമാണ്, ഞങ്ങൾ ഈ മാലിന്യൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റി ഉത്തരവാദിത്വം, ആ കുട്ടികൾ നാശമാവുക. അപ്പോൾ ഞങ്ങൾ പോലീസുകാരെ ഒപ്പം നിൽക്കുമല്ലേ? നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. ഇത് മാലിന്യ കമ്മിറ്റി ഇറങ്ങി നടന്നാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. ഇതിനൊക്കെ അല്ലാതെ എന്തിനേയും മാലിന്യം പറ്റി? ഇത് ഞാൻ അവസാനിപ്പിക്കാൻ വളരെ ചിന്തിച്ചോളി. ഇത് വളരെ പ്രശ്നമാണ്, വളരെ വലിയ പ്രശ്നമാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ മാരിഫ് ഇറങ്ങിത്താവുണ്ട്. അവിടെ തൗട്ട് നടത്തലുണ്ട്. ചുവന്ന പിന്നെ ഇബ്നു റജബ് അൽ ഹംബലിയുടെ കിതാബ് അവിടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യത്തെയാണ് ഭയപ്പെട്ടത്. ആ കാര്യം നമ്മളിൽ ഇങ്ങനെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്തിരി ഒരു നല്ല കാര്യത്തെ നമ്മൾ നാശാക്കുക പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കുറ്റത്രയാണ്. അപ്പോൾ സൂക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. റമളാൻ നല്ല വസ്ത്രം ധരിക്കുക, ഭംഗിയായ വസ്ത്രം ധരിക്കുക, രാത്രിയായ അല്പം സുഗന്ധം പൂശുക, പിന്നെ നല്ല വിരിപ്പിൽ കിടക്കുക, എല്ലാ കാര്യത്തിലും മിതത്വം പാലിക്കുക, കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബത്തിൻ്റെ താബിഈങ്ങളിൽ അവർക്കൊന്നും വസ്ത്രം നമ്മളെപ്പോലെയല്ല, പക്ഷെ അവർ വല്ലാതെയാണ് ഇതൊക്കെ സൂക്ഷ്മത കാണിച്ചത്. ورأيت رجلا ذات حبيب رسول الله പറയാ, റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ യൽഹസു ആത്ഷൻ, കൊണ്ട് നാവ് പുറത്തേക്ക് വന്നു. മൈശറയിൽ കുല്ലമ വറദ ഹൗലൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴെല്ലാം മുനിയാമിനു, അവനെ ഹൗലിനെ തൊട്ട് തടയപ്പെടും. മനസ്സിലായില്ല? കാരണം ഹൗലുംകരിക്ക് പോകാൻ മാത്രമുള്ള കഴിവൊന്നും ദർജയൊന്നും ഇവന് ഇല്ല. അങ്ങനെ കുതിര വിട്ടവനാണ്. നോക്കി അതിപ്പോൾ തടയില്ലല്ലോ. അത്യാവശ്യം മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവനെ തടയും ഇല്ലല്ലോ. ഹബീബായ നബി പറയാണ്, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി, അയാൾ എന്ത് ചെയ്യും? അയാൾ യൽഹസു ആതുഷാൻ, ദാം കൊണ്ട് നാവ് പുറത്തേക്ക് ചാടി. കുല്ലമ വറദ ഹൗലൻ, അവൻ ഹൗലിങ്ങൽ എത്തുമ്പോഴെല്ലാം മുനിഅമിൻഹു, ഹൗലിനെ തൊട്ട് അവനെ തടയപ്പെടുന്നു. അങ്ങനെ ഞാൻ കണ്ടു. ഫജാഅഹു സിയാമു റമളാൻ, അപ്പോൾ ആര് വന്നു? സിയാമു റമളാൻ വന്നിട്ട് ഫസഖാഹു വ അർവാഹു, അവന് വെള്ളം കൊടുത്തു, അവൻ്റെ ദാഹം തീർത്തു കൊടുത്തു, കുടിച്ചൂടുകയാണ്. ഞാൻ അങ്ങനെ ഒരു തടയിനോണ്ട് എനിക്കൊന്ന് കാണണം. ആര് പറഞ്ഞു? മലക്കൽ ആട്ടിയിട്ട് റമളാൻ കൊണ്ടുവന്നു. റമളാൻ ഞാൻ കൈ പിടിച്ചു വന്നു, കുടിക്കാൻ വെള്ളം. സഖാഹു, വെള്ളം കൊടുത്തു. അർവാഹു, ദാഹം തീർത്തു കൊടുത്തു. ആര്? റമളാൻ. അതാണ് ആസായംഫാന എന്ന് മറ്റേ സുലൈഖാന്റെ ഭർത്താവ് പറഞ്ഞ മതി, അക്രിമി മസ്വ ആസായംഫാന. നമുക്ക് ഇതിനെക്കൊണ്ട് വലിയ ഉപകാരം പിന്നീടുണ്ടാവും. ഇതിനെ നമ്മൾ ബഹുമാനിച്ചതുകൊണ്ട് ഉപകാരം ഉണ്ടാവും.
അല്ലാഹു തആല റമളാൻ കിതാബ് മാറിയതാ, ലതായിഫുൽ മഅരിഫ്, ബഹുമാനപ്പെട്ട ഇബ്ൻ റജബ് ഹംബലിയുടെ ലതായിഫുൽ മഅരിഫിൽ നിന്നാണ് ഞാൻ വായിച്ചത്. اللهم لك كاترشكت ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم الله ഞങ്ങളൊക്കെ നീ പൂർത്തിയാക്കണമേ റബ്ബേ. അല്ലാഹുവേ നീ ബഹുമാനിച്ചാദരിച്ച റമളാനാക്കി തരണമേ റബ്ബേ. ആ റമളാനെ ബഹുമാനിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. നേരത്തെ പറഞ്ഞ റമളാനെ ബഹുമാനിച്ചവർക്ക് റമളാൻ ഉപകാരമാവും, ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റബ്ബേ. റമളാനെ ഹക്കിനോട് യോജിക്കാത്ത വാക്കോ പ്രവൃത്തിയോ എന്തിൽ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണമേ റബ്ബേ. വന്നിട്ടുണ്ടാവും പഠിച്ചവനെ അല്ലാഹ്. റമളാന്റെ ഹക്കിനോട് സയ്യിദ് ശുഹൂറായി ആ മറ്റുള്ള മാസങ്ങളെക്കാൾ വലിയ രാജാവായ ഈ മാസത്തിന്റെ ഹക്കിനോട് യോജിക്കാത്ത പലതും ഞങ്ങളിൽ വന്നിട്ടുണ്ടാവും. നീ മാപ്പ് ചെയ്യണമേ റബ്ബേ, നീ പുറത്തിരണമേ റബ്ബേ. റമളാൻ ഇക്റാം ചെയ്യുന്നവർ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനാ الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضلك صلى الله على سيدنا محمد ദുആ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ പറഞ്ഞ ആളുകൾ അവർക്കെല്ലാം നീ റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. അവർക്കെല്ലാം ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കും, അവരുടെയും ഞങ്ങളുടെയും ആഖിബത്ത് നന്നാക്കി തരുകയും ചെയ്യണമേ റബ്ബേ.